മുറിവിൽ നിന്ന് ചോര പുറത്തു വരാൻ തുടങ്ങിയല്ലോ. അയ്യോ, എന്റെ ദൈവമേ, ഇത് കുങ്കുമം മുഴുവൻ ആ വെള്ളത്തിൽ അലിഞ്ഞല്ലോ. എനിക്ക് എന്റെ തന്നെ കണ്ണു കിട്ടിയെന്നാ തോന്നുന്നത്. മോഹിനി, നിനക്കെന്താ വിവരമില്ലേ? കൃത്യസമയത്ത് ആ കുങ്കുമത്തട്ട് വീണ് എന്റെ ജീവൻ രക്ഷിച്ചു. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ പെട്ടുപോയേനെ. മതി മതി മതി, ഞാൻ നിന്നോട് ക്ഷമിച്ചു. അതെ, നമ്മളെല്ലാരും റോജയോട് ക്ഷമിച്ചു കഴിഞ്ഞു, ഇല്ലേ? നിങ്ങൾ എല്ലാരും ക്ഷമിച്ചില്ലേ? ഇല്ലെങ്കിൽ ഇവനിപ്പോ വീണ്ടും ഇതൊക്കെ തുടങ്ങും കേട്ടോ. ആരാ കിഡ്നാപ്പർ? ആരുടെ കാലം മുറിവേറ്റത് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലല്ലോ. കഴിഞ്ഞു, ഒച്ച വെക്കല്ലേ. അയ്യോ, ആ പേടന്റെ ജീവനെടുത്തല്ലോ. ഉപ്പുവെള്ളത്തിൽ മുക്കി വെച്ചത് കൊണ്ട് മുറിവ് പഴുത്തിരിക്കുകയാണ്. ആ വേദന അച്ഛൻ എങ്ങനെ സഹിച്ചു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ എന്ത് ചെയ്താലും എങ്ങനെ ചെയ്താലും നമ്മളിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടത്. അറിയാതെ എങ്ങനെ അച്ഛൻ ആ വേദന എങ്ങാൻ പുറത്ത് കാണിച്ചിരുന്നെങ്കിലുണ്ടല്ലോ, ഇന്നത്തോടെ നമ്മുടെ എല്ലാവരുടെയും കളി അവസാനിച്ചേനെ. പറഞ്ഞത് ശരിയാ. വേദന എന്നെ തൊണ്ടക്കുഴി വരെ എത്തിക്കഴിഞ്ഞിരുന്നു. ഞാൻ ഒരു വിധത്തിലാണ് ശബ്ദം ഉണ്ടാക്കാതെ ഇറുക്കി പിടിച്ചിരുന്നത്. അതുകൊണ്ടാ ശബ്ദം ഉണ്ടായത്. ഓ, കുട്ടിക്കാലത്ത് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് മനുഷ്യന്റെ പ്രാണം പോകുന്ന വായിക്കൂടാന്ന്. ഇന്ന് ഞാനത് ശരിക്കും അങ്ങ് അനുഭവിച്ചു. ഈ പെങ്കൊച്ച് ഭയങ്കര സൂത്രശാലിയും ഭയങ്കര ബുദ്ധിശാലിയുമാണ്. അവൾ ഇനി അച്ഛന്റെ പുറകെ നിന്ന് മാറില്ലെന്നുറപ്പാ. ഇവൾ എന്റെ പുറകെ നടക്കാനാണ് ഭാവമെങ്കിൽ ഇവൾക്ക് മരണമാണ് ലഭിക്കാൻ പോകുന്നത്. അങ്ങനെ നിങ്ങൾ പറഞ്ഞത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഗംഭീരമായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതിഗംഭീരം. അയ്യോ, സൂക്ഷിക്കണം, ഭയങ്കര വിഷമുള്ളതാ. വിഷമുള്ളതാണോ? മരണം. ഇനിയിപ്പോ എന്താ ചെയ്യാ? അതെങ്ങനെ ഞാൻ മനസ്സിലാക്ക? എന്റെ അനി അവിക്കനെ ആരാ ഈ വീട്ടിൽ കൊല്ലണമെന്ന് ആഗ്രഹിക്കുന്നേ? എനിക്ക് തോന്നി ഈ റോജ പിന്നെയും എന്തൊക്കെ ഓവർ തിങ്കിങ് ചെയ്യണ്ടെന്ന് തോന്നി. എനിക്ക് ഇവളുടെ മൂഡൊന്ന് ചേഞ്ച് ചെയ്യണം. നിന്നെ എപ്പോഴൊക്കെ കണ്ടാലും നീ എന്തൊക്കെയോ ആലോചിച്ചോണ്ടിരിക്കുകയാണല്ലോ. മറ്റു പെൺകുട്ടികളൊക്കെ നോക്ക്, നല്ല കറങ്ങി നടക്കുന്നു, എൻജോയ് ചെയ്യുന്നു, ഫുഡ് കഴിക്കുന്നു, പിന്നെ രാത്രി നന്നായിട്ട് നല്ല ഉറക്കം ഉറങ്ങുന്നു. നീ ഭയങ്കര ഫിലോസഫിക്കൽ ആയിട്ടാണല്ലോ സംസാരിക്കുന്നത്. നിനക്ക് ഇങ്ങനെയൊക്കെ ആലോചിക്കാൻ പറ്റുന്നേ? കാരണം ആലോചിക്കാൻ പോലും നിനക്ക് ബുദ്ധിയില്ലല്ലോ. അതെന്താണെന്നറിയോ, നമ്മുടെ ചിന്തകൾ ഒരുപാട് വാല്യുബിൾ ആണ്. സോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി വേസ്റ്റ് ചെയ്യാറില്ല. നീ ഒരിക്കലും നിന്റെ തെറ്റുകൾ സമ്മതിക്കില്ല അല്ലേ? ഇത് മനസ്സിലാക്കുന്ന കാര്യമല്ല. പക്ഷെ കാര്യം എന്താണെന്ന് വെച്ചാ, ഈ സമീർ ഒരിക്കലും തെറ്റ് ചെയ്യാറില്ല. ഇത്രയൊക്കെ കോൺഫിഡൻസ് നീ എവിടുന്നാ കൊണ്ടുവരുന്നേ? എന്നിട്ടാണോ നീ ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്തോണ്ടിരിക്കുന്നത്? എനിക്കറിയായിരുന്നു ഒരു മിനിറ്റിൽ നിന്റെ മുഖത്ത് നല്ലൊരു ചിരി കൊണ്ടുവരാൻ പറ്റുമെന്ന്. ശരി, വേഗം പറ, എനിക്കിപ്പോ പോണം. എന്ത്? ഒരു താങ്ക് യു പറയോ? ഞാൻ നിന്റെ മുഖത്തൊരു നല്ല ചിരി കൊണ്ടുവന്നില്ലേ? എനിക്ക് ചിരിക്കാൻ വേണ്ടി നിന്റെ സഹായമൊന്നും ആവശ്യമില്ല. കള്ളി, കുറച്ചു മുമ്പ് നീ നിന്റെ മുഖം കണ്ടിരുന്നോ? ഡിപ്രഷനിൽ മരിക്കാൻ പോവായിരുന്നു നീ. സമ്മതിച്ചാലും ഞാൻ നിന്റെ
മൂഡ് മാറ്റി. നോട്ട് അറ്റ് ഓൾ. നീ എന്റെ ഹെഡേക്ക്, അതും പേരും ഹെഡേക്ക്. നീ എന്നാ നിന്നെ സ്വയം സ്പെഷ്യലാന്ന് വിചാരിച്ചു വെച്ചിരിക്കാം. സ്പെഷ്യലി റോയൽ ബ്ലഡ്. നിന്നെ ഒരിക്കലും മാറ്റാൻ പറ്റില്ല സമീർ. ശരി ശരി ചെല്ല് ചെല്ല്. നോക്കവി, നിന്റെ ചേച്ചി റോജയുണ്ടല്ലോ, എപ്പോഴും നിന്നെ കുറിച്ചുള്ള ചിന്ത കാരണം ഭയങ്കര ടെൻഷനില്ല. നീ ചെന്ന് അവളോട് പറ നിനക്ക് ഒരു പ്രശ്നമില്ലെന്ന്. അല്ലെങ്കിൽ അവള് വീണ്ടും ഇന്നലത്തെ പോലെ കുറെ ഭ്രാന്തുകൾ കാണിക്കാൻ തുടങ്ങും. അത് ശരിയല്ലെന്നുള്ളത് നിനക്കറിയാവുന്നതല്ലേ. മറ്റുള്ളവർ എന്ത് വിചാരിക്കും അവളെ കുറിച്ച്? എന്റെ അഭിപ്രായത്തില് നീ നിന്റെ റോജ ചേച്ചിയും വിളിച്ചുകൊണ്ട് പുറത്തൊക്കെ പോയി ഒന്ന് കളിക്കാൻ നോക്ക്. കാരണം മുറിയുടെ ഉള്ളിൽ തന്നെ ഇരുന്നാ മൊത്തം നിന്നെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അവളെ ചിന്തിക്കാൻ വിടരുത്, അവളുടെ കൂടെ കളിക്കുക വേണ്ടത്. അപ്പൊ അതിനു വേണ്ടി അവളെ ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകണം, അല്ലേ? മോൻ ചെന്ന് ഇനി നിന്റെ റോജ ചേച്ചിയോടൊപ്പം കളിക്ക്. ഇനിയാണ് റോജ ശരിക്കുമുള്ള കളി. റാണിയമ്മ നിന്നെ ഈ കൊട്ടാരത്തിൽ നിന്ന് പിടിച്ച് പുറത്താക്കുന്നത് കണ്ടോ നീ? ഞാനിപ്പോ എന്താ ചെയ്യാ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഈ കിഡ്നാപ്പേഴ്സിനെ ഞാൻ എങ്ങനെ കണ്ടുപിടിക്കാം? അത് ശരി, ഇതെന്റെ കുറുമ്പനായ അനിയനാണോ? നിന്നെ ഞാനിപ്പോ എന്താ ചെയ്യുന്ന നോക്കിക്കോ. ആവിക്, ഓടില്ല നിക്ക്. കാണുന്നത് അവൾ അങ്ങനെ വന്ന് കെടിയിൽ വീഴുന്നതാണ്. ഞാൻ നിന്നെ അവിടെ ഒളിച്ചിരിക്കാണോ? ഞാൻ നിന്നെ ചാകേണ്ടതായിരുന്നു, രക്ഷപ്പെട്ടു. ഇനി അത്രേ ഉള്ളൂ. അടുത്ത നിമിഷം അവൾ കൊട്ടാരം വിട്ടെ. നമുക്ക് പോവാം. നിനക്കൊന്നും പറ്റിയില്ലല്ലോ മോനെ. നോക്കവന്റെ കാലിൽ ബ്ലഡ് വരുന്നു. ഇതൊക്കെ എന്ത് കളിയാണ് റോജ? അവിക് ബണ്ണയ്ക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? വിവരമില്ലേ നിനക്ക്? റാണിയമ്മേ, മുറിവ് റോജയ്ക്ക് സംഭവിച്ചതല്ലേ റാണിയമ്മേ? ആദ്യം നമുക്ക് എന്താ സംഭവിച്ചെന്നൊന്നും അറിയാലോ. റാണിയമ്മ, ഞാൻ അവിക്കിനെ രക്ഷിക്കാൻ വേണ്ടി അവിടെ നിന്ന് ഓടി വന്നേ. അവിക്ക് അവിടെ ഇരുന്ന സ്ഥലത്ത് ഒരു പാമ്പുണ്ടായിരുന്നു, ഒരു വലിയ കറുത്ത വിഷപ്പാമ്പ്. അതവനെ കൊന്നിട്ടുണ്ടാവും. റാണിയമ്മ, ആ പാമ്പ് അവിക്കിന്റെ അടുത്തേക്ക് പോവായിരുന്നു. അതുകൊണ്ട് ഞാൻ അവനെ രക്ഷപ്പെടുത്തിയത്. നീ എന്താ ഈ പറയുന്നത്? ഈ കൊട്ടാരത്തിനകത്ത് പാമ്പ് എങ്ങനെ കയറാനാ? റാണിയമ്മ, ആ പാമ്പ് വേറെ ഏതെങ്കിലും മുറിയിലേക്ക് പോകുന്നതിന് മുൻപ് റാണിയമ്മന്റെ കൂടെ വാ. ഞാൻ ആ പാമ്പിനെ കാണിച്ചു തരാം. വാ, ആ പാമ്പ് എവിടെയുണ്ടെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എല്ലാരും വന്നേ. കൊട്ടാരത്തിൽ പാമ്പോ? കാണിച്ചേ, നീ കണ്ട പാമ്പ് എവിടെയാ ഉള്ളത്? അത് ഇവിടെ ഉണ്ടായിരുന്നേ.
ഞാനിവിടെ ഒന്നിനെയും കാണുന്നില്ലല്ലോ. പക്ഷെ ഞാൻ ഇവിടെ കണ്ടേ. പക്ഷേ റോജ വലിച്ച സമയത്ത് അത് എങ്ങോട്ടെങ്കിലും ഒളിച്ചതാണെങ്കിലോ? ഞാൻ ആ പാമ്പ് ഇവിടെ കണ്ടേ. ദേ, അങ്ങോട്ട് നോക്കി, പാമ്പ് ദാ അവിടെ തന്നെ ഉണ്ട്. ആ പാമ്പ് വിഷമുള്ളാന്ന് തോന്നുന്നു. നിങ്ങൾ എല്ലാവരും പുറകോട്ട് വന്നേ, ഞാൻ നോക്കിക്കോളാം. നീ എന്തേ പറയുന്നത് സമീർ? അത് പാമ്പാണ്, പാമ്പ്. ഞാനത് നോക്കിക്കോളാം. വേണ്ട, ഇങ്ങോട്ട് വാ. നിന്നെ ഞാൻ കടിച്ച വേണ്ട. ഞാൻ നോക്കാന്ന്. വേണ്ട, മാറി ഒരു നിൽക്ക്, സെക്കൻഡ്, നീ അങ്ങോട്ട് കുഴപ്പമില്ല, ഞാൻ പോകണ്ട. നോക്കിക്കോളാം. ഇവനത് എന്തേ കാണിക്കുന്നത്? സമീർ, നീ നിന്റെ കൈ കൊണ്ടൊന്ന് തൊടല്ലേ? പിടിച്ചു. റാണിയമ്മ, ഞാൻ പറഞ്ഞതല്ലേ. അത് പാമ്പല്ലേ സമീർ, അതങ്ങ് നിന്നെ കടിച്ചാലോ? നീ അതിനങ്ങ് വിട്. ഈ കയറാണ് റോജയുടെ പാമ്പ്. ഇതാണോ നീ കണ്ട പാമ്പ്? പറയോ? ഇല്ല, ഇല്ല, ഇല്ല റാണിയമ്മ, ഞാൻ വലിയൊരു പാമ്പിനെ കണ്ടതാ. അതേതാ ഇവിടെ ഉണ്ടായിരുന്നു. അതൊരു വലിയ പാമ്പായിരുന്നു. അത് ശരിക്കൊരു വലിയ കറുത്ത വിഷപ്പാമ്പായിരുന്നു. ആരെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കേ പ്ലീസ്, ഞാൻ പറയുന്നത് വിശ്വസിക്കേ. ആദ്യം നിന്റെ പറച്ചില്ലേ വിശ്വാസമില്ല. ഇപ്പോഴാണെങ്കിൽ നിന്റെ കണ്ണിൽ പോലും ആ വിശ്വാസം കാണുന്നില്ല. ഞാൻ എന്തിനാന്നോടോ പറയുന്നേ? നീ എന്തേ കാണിക്കുന്ന റോജ? നീ ആദ്യം റാണിയമ്മ വാളെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വാളെടുത്ത് ആക്രമിക്കാൻ പോയി. ഇന്നൊരു കയറിനെ കണ്ട് അത് പാമ്പാണെന്ന് പറയണോ? ഇന്ന് നിന്റെ ഈ പ്രാന്ത കാരണം അവിക്നെങ്ങാൻ പൊള്ളിയിരുന്നെങ്കിൽ. റോജ, നീ അവിക് ബണ്ണയുടെ ചേച്ചിയാണെന്ന് പറയുന്നുണ്ട്, പക്ഷെ ഇവനെ നോക്കുന്നില്ല. അവിക് ബണ്ണയ്ക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാലുണ്ടല്ലോ, ഞാൻ ആരാണെന്ന് നീ അപ്പ അറിയും. അങ്ങനെ പറ. കാതിൽ അതൊരു തേന്മഴയായിട്ട് പൊഴിയുകയാണ്. വളരെ മനോഹരമായിട്ട് പറഞ്ഞു. വാ അവിക് ബണ്ണ. ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട് അവനൊന്നും പറ്റാതിരുന്നത്. എന്താ ഈ ചെയ്ത റോജ? ഞാൻ നുണയല്ല പറഞ്ഞത് സമീർ. ഇതൊക്കെ എങ്ങനെയാ സംഭവിച്ചേ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കയറ് കണ്ടാണോ പാമ്പാന്ന് വിചാരിച്ചേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. നോക്ക് റാണിയമ്മ, ഈ പെങ്കൊച്ച് പറയുന്നത് മുഴുവൻ നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരുന്നാലുണ്ടല്ലോ നമ്മൾ എല്ലാവർക്കും ഭ്രാന്ത് പിടിക്കും റാണിയമ്മേ. ചേട്ടത്തി, ഒരുപക്ഷെ ഇങ്ങനെ ആവാലോ. അവൾക്ക് ആ കയറ് കണ്ടപ്പോ അത് പാമ്പായിട്ട് തോന്നിയതായിരിക്കും. അബദ്ധമോ? ഇനി എത്ര അബദ്ധങ്ങൾ ചെയ്യും അവള്? ഇനി എത്രത്തോളം അബദ്ധങ്ങൾക്ക് നമ്മൾ അവൾക്ക് മാപ്പ് കൊടുത്തുകൊണ്ടിരിക്കും പ്രേം? റാണിയമ്മ, ഇന്ന് അവൾ ഒരു കയറ് കണ്ടാണ് അതിനെ പാമ്പെന്ന് പറഞ്ഞത്. നാളെ എങ്ങാൻ ഇനി നിങ്ങളെ കണ്ട് നിങ്ങളൊരു ഭീകര ജീവിയാന്ന് പറഞ്ഞ് നിങ്ങളെ എങ്ങനെ ആക്രമിക്കാൻ പോയാ പറയച്ച? അപ്പൊ പിന്നെ നമ്മൾ എന്താ ചെയ്യാ? ചേട്ടത്തി, നിങ്ങൾ കുറച്ച് കൂടുതൽ ചിന്തിക്കാണ്. അവള് പറയുന്നതൊക്കെ ശരിയാ പ്രേം. സമീർ ബണ്ണ, റോജയ്ക്കും നിനക്കും ഒരേ പ്രായം തന്നെയാ. അതുകൊണ്ട് അവളുടെ മാനസികാവസ്ഥ നിനക്ക് മനസ്സിലാകും. നീ പറഞ്ഞതുകൊണ്ടാ ഞാൻ അവളെ ഇവിടെ താമസിക്കാൻ അനുവദിച്ചത്. നിനക്കിപ്പ എന്താ പറയാനുള്ളത്? അവിക് ബണ്ണയെ റോജ സുരക്ഷിതമായിട്ട് നോക്കുമോ? റോജ, എന്താ ഇത്? നീ നിന്നെ തന്നെ സംശയിക്കരുത്. നിനക്ക് നല്ല ഓർമ്മയുണ്ട് ഇവിടെ ഉണ്ടായിരുന്നത് പാമ്പാണ്, അതൊരു കയറല്ല. പക്ഷെ ആ പാമ്പ് എങ്ങോട്ടാ പോയേ? ഞാനത് എവിടെ പോയി അന്വേഷിക്കും? അങ്ങനെയാണെങ്കിൽ ആ പാമ്പ് ഈ വഴിയിലൂടെ ആയിരിക്കും പോയിട്ടുണ്ടാവുക. അതിന്റെ അടയാളല്ലേ കാണുന്നത്? എന്ന് വെച്ചാൽ ശരിക്കും പാമ്പുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആരോ ആണ് ആ പാമ്പിന്റെ പകരം ആ കയർ അവിടെ വെച്ചത്. അതിലൊരു സംശയമില്ല. എന്ന് വെച്ചാ ഈ വീട്ടിൽ തന്നെ ആരോ എനിക്ക് ഭ്രാന്താന്ന് കാണിക്കാൻ ശ്രമിക്കുക. പക്ഷെ ആരാ? എനിക്ക് കാര്യം ഉടൻ തന്നെ റാണിയമ്മയോട് അറിയിക്കണം. വേണ്ട റോജ, അതിപ്പോ വേണ്ട. റാണിയമ്മ ഒരിക്കലും നിന്നെ ട്രസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. പിന്നെ ഈ പാട്, അത് റാണിയമ്മ നിന്നെ മനസ്സിലാക്കിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ അത് മനസ്സിലാക്കി കൊടുക്കാൻ നിന്റെ വാക്കുകൾ പോരാ.
ഉത്തരം പറയ് സമീർ ബണ്ണ. അവിക് ബണ്ണ ഒരുപക്ഷെ നിന്റെ അനിയനായിരുന്നെങ്കിൽ അപ്പോഴും നീ അവനെ റോജയുടെ അടുത്തിങ്ങനെ ഏൽപ്പിക്കുമായിരുന്നോ? നോക്ക് സമീർ, എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് റോജയ്ക്ക് അവളുടെ അച്ഛനമ്മയെ നഷ്ടപ്പെട്ടത് കാരണം നിനക്ക് അവളോട് സിമ്പതി ഉണ്ടെന്നുള്ളത്. പക്ഷെ നീ ഒന്ന് ഒരു നിമിഷം മോഹിനി, ഞാനീ ചോദിച്ചത് സമീർ ബണ്ണയോടാണ്. ഉത്തരം ഇവനാണ് പറയേണ്ടത്. സമീർ, നീ എനിക്ക് ഇത്രയും അറിയാം റാണിയമ്മ. റോജ ഒരിക്കലും അറിഞ്ഞുകൊണ്ട് അവിക്കിനെ ഒരിക്കലും അറിഞ്ഞുകൊണ്ട് വേദനിപ്പിക്കത്തില്ല. അങ്ങനെയാണോ? നിനക്കെന്താ തോന്നുന്നേ? റോജയുടെ തലയ്ക്ക് ഇപ്പോഴും ബോധം ഉണ്ടെന്നാണോ പറയണ്ടേ? ആരോ എനിക്കെതിരെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ആരാ? എന്തിനാ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇവിടെ എന്തുകൊണ്ടാ ഇങ്ങനെ നനഞ്ഞിരിക്കുന്നേ? ആരും ഇത് ക്ലീൻ ചെയ്തില്ലല്ലോ. ഞാൻ തന്നെ ക്ലീൻ ചെയ്യണം. ഇതെന്താ? അയ്യോ, ആ പാലുണ്ടായിരുന്ന ഗ്ലാസ് അതിനകത്ത് പെട്ടല്ലോ. കിട്ടിപ്പോയി. ഈ ഗ്ലാസിനകത്ത് എന്തോ കിടക്കുന്നുണ്ടല്ലോ. എന്താ അത്? ടാബ്ലറ്റ്? മുത്തശ്ശി പറഞ്ഞത് 2 നേരം പാല് കുടിക്കണമെന്നാ. ഇത് കുടിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ ആരോ ഒരാള് ഈ ഗ്ലാസ്സിൽ ടാബ്ലറ്റ് ഇട്ടിട്ടുണ്ട്, എന്നെ കൊണ്ട് കുടിപ്പിക്കാൻ വേണ്ടി. ആരായിരിക്കും ഇത്? ഇനി വെറുതെ മരുന്ന് കൊടുത്തിട്ടൊന്നും റോജയെ ഭേദമാക്കാൻ പറ്റില്ല. അവൾക്കൊരു നല്ല ട്രീറ്റ്മെന്റാണ് വേണ്ടത്. അവളെ ചികിത്സിച്ച് ഭേദമാക്കുന്നത് വരെ ഞാൻ അവളോട് അവിക് ബണ്ണയെ നോക്കാൻ പറഞ്ഞ ഒരു റിസ്ക് എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. റോജ ഈ അവസ്ഥയിൽ നമ്മുടെ വീട്ടിലുണ്ടാകാൻ പാടില്ലെന്ന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞതാണ്. ശ്യാംഘട്ടിലുള്ള വീട്ടിലേക്ക് അവളെ പറഞ്ഞേക്കാൻ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാണ്. ഇത് അവിക് ബണ്ണയ്ക്ക് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും ശരിയായിരിക്കും. നാളെ അവൾ മറ്റാരുടെയെങ്കിലും തല തല്ലി പൊട്ടിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയുന്നത് വളരെ ശരിയാണ്. റോജയെ ശ്യാംഘട്ടിലുള്ള വീട്ടിലേക്ക് അയക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യൂ. എന്തായാലും കാര്യം നടന്നു. ഇനി മുതൽ റോജയെ ഈ കൊട്ടാരത്തിൽ ആവശ്യമില്ല. റാണിയമ്മേ, ഇത് റോജയ്ക്ക് വലിയൊരു പ്രശ്നമാകുന്നുണ്ട്. എനിക്ക് വേറെ യാതൊരു വഴിയും അറിയില്ല. നിങ്ങൾക്കറിയാമല്ലോ, റോജയ്ക്ക് അവിക്കില്ലാതെ ജീവിക്കാനേ പറ്റില്ല. പിന്നെ അവിക്കിനും അവളില്ലാതെ ജീവിക്കാൻ പറ്റുമോ? അത് കൊച്ചല്ലേ, എങ്ങനെ അത് ജീവിക്കും? എന്താ റോജ കൂടെ ഉണ്ടെങ്കിൽ മാത്രം അവിക്കിനൊന്നും സംഭവിക്കില്ലെന്നാ? അവൻ സുരക്ഷിതനായിരിക്കും. ഞാൻ പറയുന്നത് മതി. ഞാൻ പറഞ്ഞത് അനുസരിച്ചാൽ മതി. റോജയോട് ഈ കാര്യത്തെക്കുറിച്ച് പറയേണ്ട ചുമതല നിന്റേതാണ്. അതുപോലെ അവിക് ബണ്ണയെ പറഞ്ഞു മനസ്സിലാക്കേണ്ടത് റോജയാണ്. എന്റെ ആഗ്രഹം യാതൊരു പ്രശ്നവും ഉണ്ടാകാതെ ഈ ഒരു കാര്യം നടക്കണമെന്നാണ്.
റോജയ്ക്ക് എങ്ങാനും മനസ്സിലാകുകയാണെന്ന് വെച്ചോ അവിക്കിനെ വിട്ടിട്ട് ദൂരെ പോവാന്ന്, അവൾ മാനസികമായിട്ട് ഒരുപാട് തകർന്നു പോകും. പക്ഷേ ഇത് റാണിയമ്മയുടെ തീരുമാനമല്ലേ, അവളോട് എനിക്കിത് പറഞ്ഞേ പറ്റുള്ളൂ. സമീർ, നീ എന്താ ഇവിടെ? അത് പിന്നെ പറയ്, എന്ത് പറ്റി? റോജയോട് ഈ കാര്യങ്ങളെല്ലാം പറയേണ്ട ചുമതല നിന്റേതാണ്. നിന്റെ മുറിവൊക്കെ എങ്ങനെയുണ്ട്? നേരത്തെക്കാളും ബെറ്ററാണ്. ഓക്കെ. സമീർ എനിക്ക് വേണ്ടി അവന്റെ ജീവൻ വരെ പണയം വെച്ചു. ഈ കൊട്ടാരത്തില് എനിക്ക് അവനെ മാത്രമേ ഇപ്പൊ വിശ്വസിക്കാൻ പറ്റുന്നുള്ളൂ. എനിക്ക് നിന്നോടൊരു കാര്യം. നീ പറ. വെയിറ്റ്, ആദ്യം ഞാൻ പറയാം. എനിക്കറിയാം റോജ, ഇത് നിനക്ക് വലിയ ടഫായിരിക്കുന്നു. ഇപ്പൊ റാണിയമ്മ നിന്നെ അങ്ങോട്ട് വേറൊരു സ്ഥലത്തേക്ക് അയക്കുകയാണെന്ന് വെച്ചോ. ഞങ്ങളുടെ എല്ലാവരുടെ അടുത്തും ദൂരത്തി, അവിക്കിനടുത്തും ദൂരത്തി, എല്ലാവരുടെ അടുത്തും ദൂരത്ത് നിന്നെ കൊണ്ടുപോവാം.